നമ്മളെ നാട്ടിലെ കവുങ്ങിൻ്റെ അവസ്ഥയുടേത് മൊത്തം തല മേലെ ഉണങ്ങുക, ഇലകൾ ഉണങ്ങിയിട്ട് തല ഇതേമാതിരിക്ക് കവുങ്ങ് മൊത്തം ഉണങ്ങി പോവുക. മനസ്സിലായില്ലേ? ഇല മഞ്ഞ കളറായിങ്ങാണ്ട് പിന്നെ ഇങ്ങനെ പട്ടയൊക്കെ പോയി കൊഴിഞ്ഞ്, അതായത് ഈ രൂപത്തിൽ സാധനം ഉണങ്ങുക. ഇതിപ്പോൾ നമ്മളെ നാട്ടിൽ എല്ലാവരുടെ തോട്ടത്തിലുണ്ട്. ഇതിലൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് ഇതിലൊക്കെ കുറേ കാലമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിരിക്കണം. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ പിന്നെ ഇതിൽ നല്ല ഉണ്ട്. നമ്മളെ നാട്ടിൽ ഈ തോട്ടമൊക്കെ ഏകദേശമൊക്കെയാണ് തീരുമാനമായിരിക്കും. പിന്നെ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ വെള്ളം കെട്ടി നിന്നിട്ടാവാൻ സാധ്യത ഉണ്ട്. പക്ഷേ നമ്മുടെ അപ്പുറത്തെ ഇവിടെ അടുത്ത മറ്റുള്ള തോട്ടങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്തൊക്കെ ഈ സംഭവം ഉണ്ട്. ഇതൊരു പകർച്ചവ്യാധി മാതിരി. പണ്ട് മകാളിയാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കവുങ്ങിൻ്റെ പട്ട ഉണങ്ങിയിട്ട് കവുങ്ങ് ഉണങ്ങിപ്പോവുക. ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു തോട്ടമാണ്, നമ്മളെ അടുത്ത പ്രദേശത്തുള്ളൊരു തോട്ടം. ഇത് നമ്മളെ ഒരടുത്ത വീടിൻ്റെ അടുത്തുള്ളൊരു തോട്ടമാണ്. ഈ തോട്ടത്തിൽ കഴിഞ്ഞ വർഷം പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതായത് മരം ഉണങ്ങിപ്പോണ സംഭവം പറഞ്ഞല്ലോ. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇതിലും ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ഇതേ അവസ്ഥയിൽ ഈ രണ്ട് കവുങ്ങ് ഒന്ന് ഏകദേശം പോയി, ഒന്ന് പോയി. ഇനി ഇത് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി അങ്ങനെ ആണ് മറിഞ്ഞ് വീഴും. അപ്പോൾ ഇതിൽ മഞ്ഞ പട്ടയൊക്കെ നല്ല പച്ച കളറായിട്ട് ഇവർ നല്ല വളമൊക്കെ ഇടുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഇടല്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇതിലും ഈ സംഭവം പ്രശ്നം വന്ന് തുടങ്ങി. അപ്പോൾ ഈ തോട്ടത്തിൽ ഇല പച്ച കളറാണ്, വലിയ മഞ്ഞപ്പില്ല. എന്നാൽ തൊട്ടപ്പുറത്തെ ആ തോട്ടത്തിലൊക്കെ ഇല നല്ല മഞ്ഞ കളറുണ്ട്. വളമ ഇടുമ്പോൾ അതിൻ്റെ ഒരു മാറ്റാവാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇത് കണ്ടോ? ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഒരു കുഴപ്പമില്ലാതൊരു 2 കൊലയൊക്കെ ഇതിലുണ്ടായിരുന്നു. പൊതുവേ കഴിഞ്ഞ വർഷം അടക്ക കുറവായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ഇത് ഇവിടെ ഉണങ്ങി. ഇതിൽ അടക്കല്ല, ഉക്കുറി ഒരു കൊല പോലും അടക്കല്ല. പിന്നെ ഇതിങ്ങനെ ഇവിടെ കണ്ടോ ഉണക്കം വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ മേലേക്ക് കയറി സംഭവം ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ മറിയും. ഇതൊരു പ്രശ്നമാണ്. ഇത് കണ്ടോ? ഇതൊക്കെ എന്താണ് ഒരു ഐഡിയ ഇല്ല. ഈ മരപ്പ് ഉണങ്ങി തല കണ്ടില്ലേ? ഇതുണങ്ങി ഇതിഞ്ഞൊരു കുറച്ച് കഴിഞ്ഞാൽ സാധനം മറിയും. ഏകദേശം ഉണങ്ങി. ഇതാണ് നമ്മളെ നാട്ടിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ. ഈ കവുങ്ങ് കണ്ടോ? മേലെ കൊലുണ്ട്, ഇലയൊക്കെ പൊഴിഞ്ഞു പോയി. ഇതും തന്നെ കുറച്ച് കഴിഞ്ഞാൽ വൈകാതെ ഉണങ്ങും. അതേപോലെ തല പോയത് ഇതിലുണ്ട്, തോട്ടത്തിൽ കുറച്ചൊക്കെ ഉണ്ട്. ഈ തോട്ടത്തിലുണ്ട്, തൊട്ടപ്പുറത്ത് തോട്ടത്തിലുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്നോ, മഴ വീണ സമയത്ത് ഈ മഞ്ഞളിന് തടത്തിട്ട് വെള്ളം കെട്ടി നിൽക്കലുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ചാലുണ്ട്, ആ ചാലിലും വെള്ളം കെട്ടി നിൽക്കലുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ വെള്ളം കെട്ടി നിന്നതുകൊണ്ടാവാം, അതൊരു കാരണമാവും. ഈ തോട്ടത്തിൽ
പുല്ലുണങ്ങാല്ലേ മരുന്നടിച്ചേക്കണേ. ഇതിപ്പോൾ ഒരു 2 ദിവസം 3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ പുല്ലുണങ്ങാല്ല മരുന്നടിക്കുമ്പോൾ ഈ വേരിന് ആ മരുന്നിൻ്റെ ചെറിയൊരു അംശം തട്ടിക്കഴിഞ്ഞാൽ ഈ പുല്ലുണങ്ങുന്ന അതേപോലെ തന്നെ ഈ വേര് ഉണങ്ങും, അതേപോലെ മരം ഉണങ്ങും. മനസ്സിലായില്ലേ? അതൊരു കാരണമാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം അടക്ക കുറവേനു. അപ്പം എന്തായി, കാട് വെട്ടാൻ ആൾക്കാർക്കൊക്കെ ഇത് വന്നു. കാരണം അടക്കില്ലാത്തതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം കാരണം കാട് വെട്ടാൻ ആരും കാട് വെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, അതിന് പകരമായിങ്ങാണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. അതായത് കഴിഞ്ഞ വർഷം തൊട്ടാട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം എൻ്റെ മുന്നത്തെ വർഷമൊക്കെ ചില തോട്ടത്തിലൊക്കെ, പക്ഷേ കഴിഞ്ഞ വർഷം വ്യാപകമായിട്ട് നമ്മളെ ഈ ഒരു നാട്ടിൽ ഈ മരുന്നടി നടന്നിക്കണം. ഒരുപക്ഷെ അതൊരു കാരണമാവും, ഈ കവുങ്ങ് ഉണങ്ങിപ്പോണതിൻ്റെ ഒരു കാരണമാവാൻ ഒരു സാധ്യത ഉണ്ട്. ഉറപ്പാണെന്ന് നമ്മൾ പറയില്ല. പിന്നെ വളം ഇടുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാവാനും സാധ്യത ഉണ്ട്. കോഴിക്കാട്ടിട്ടതാണ് പ്രശ്നം എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത്. അത് എത്ര കണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഈ തോട്ടത്തിൽ തല വല്ലാതെ പോയിട്ടില്ല എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തന്നെ ഇതാ തല പോയതാണ് കാണുന്നത്. ഇതിൽ വ്യാപകമായിട്ടില്ല, കുറച്ച് കൊള്ളും. അതായത് ഇവിടെ ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഒരു കവുങ്ങ് ഉണങ്ങിയിരിക്കുന്നത്, തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്ത്, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താട്ടോ. പിന്നെ അവിടെ ഒന്നും വല്ലാതെ വെള്ളം കെട്ടി നിൽക്കണില്ല. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമല്ല. തോട്ടത്തിൽ അത്യാവശ്യം നല്ല അടക്കണ്ടാണൊരു തോട്ടമാണ് എല്ലാ വർഷത്തിലും. ഈ വർഷം കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലിയറായിട്ട് വളമിട്ട് കൊടുത്ത് നല്ല പരിചരണം നടത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഉഷാറായിട്ടുണ്ടാവും. കാറ്റടിക്കുമ്പോൾ കവുങ്ങ് സൗണ്ട്